പവർ കട്ടും ക്യാൻഡിൽ ലൈറ്റ് ഡിന്നറുമൊക്കെയായി ഒരു 10 വർഷം പുറകോട്ട് പോയ ഫീലിംഗിലിരിക്കുന്ന മലയാളികൾക്ക് ടൈം ട്രാവൽ ചെയ്തൊരു 10-15 വർഷം കൂടെ പിന്നിലേക്ക് പോകാൻ അവസരമൊരുക്കുകയാണ് വരവിലൂടെ AK സാജനും ഷാജി കൈലാസും. കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് 10 ദിവസത്തെ പരോളിന് വരികയാണ് കഥാനായകനായ പോളച്ചൻ. തന്നെ ജയിലിൽ അയച്ചവരോട് പ്രതികാരം ചെയ്യുക എന്നതാണ് ഉദ്ദേശം. പോളച്ചൻ എന്തിനാണ് ജയിലിൽ പോയത്? അയാളുടെ കുടുംബത്തിന് എന്ത് സംഭവിച്ചു? ശക്തരായ എതിരാളികളെ അയാൾ എങ്ങനെ നേരിടും? കണ്ടറിയാം വരവിൽ. സിനിമയുടെ ഓപ്പണിംഗ് സീൻ തന്നെ ഏതോ കാലത്ത് ഫിറ്റ്നസ് എക്സ്പയർ ആയി എന്നുറപ്പുള്ള KLZ സീരീസിലുള്ളൊരു പ്രൈവറ്റ് ബസ്സിൽ വെച്ചിട്ടുള്ളൊരു ഫൈറ്റാണ്. മുന്നേ വഴി കാണിച്ചവരും ഒപ്പം നടന്നവരും ശേഷം വന്നവരും കാലം മാറിയതറിഞ്ഞെങ്കിലും ഹൂ കേഴ്സ് എന്ന് വിളിച്ചു പറയുന്ന ഷാജി കൈലാസ് ബ്രില്യൻസായി ഇതിനെ കണക്കാക്കാം. പുതുമ വേണമെന്നൊരു നിർബന്ധവുമില്ല. പഴയ ജോഷി ഷാജി കൈലാസ് ചിത്രങ്ങൾ ഇഷ്ടപ്പെട്ടിരുന്ന, ഇപ്പോഴും ഇഷ്ടപ്പെടുന്ന ഒരു തലമുറ ഇവിടെയുണ്ട്. പൊറിഞ്ചു മറിയം ജോസും കടുവയും ഒരു പരിധിവരെ കാപ്പയുമെല്ലാം അത്തരത്തിൽ കണ്ട് ആസ്വദിച്ച, സംതൃപ്തി നൽകിയ ചിത്രങ്ങളാണ്. ജോജുവിന്റെ കിൻഡൽ അടിയാണ് വരവിന്റെ USP ആയി മാർക്കറ്റ് ചെയ്തിരിക്കുന്നത്. ക്വിൻഡൽ അടിക്ക് പിന്നിൽ ഒരു കമ്പല്ലിംഗ് തിരക്കഥയുണ്ടെങ്കിലേ അടിക്ക് പഞ്ചുണ്ടാവൂ എന്നുള്ളത് പക്ഷേ മറന്നുമട്ടാണ്. AK സാജൻ അടുത്തിടെ എഴുതിയ പുലിമടയും സത്യയും, മുൻപൊരുമിച്ചപ്പോൾ പിറന്ന ദ്രോണയും റെഡ് ചില്ലിസും അടക്കമുള്ള റെഡ് ഫ്ലാഗുകൾ അവഗണിച്ചത് ഷാജി കൈലാസിന്റെ തിരിച്ചുവരവിന് തിരിച്ചടിയായി. പണ്ട് മോഹൻലാലിനെയും മമ്മൂട്ടിയെയും കണ്ട പോലത്തെ ഫ്രെയിമിൽ ജോജുവിനെ എങ്ങനെ ഭംഗിയായി എടുപ്പോടെ കാണാം എന്നതാണ് വരവിന്റെ ഒരു പോസിറ്റീവ്. പഴയ ഷാജി കൈലാസ് സിഗ്നേച്ചറുകളായ സ്ലോ മോഷനും ഫോക്കസ് ഷിഫ്റ്റിംഗ് ഷോട്ടുകളുമെല്ലാം വേണ്ടുവോളം ഉണ്ടെങ്കിലും ആ കാലത്തെ പോലെ ഫയർ ബ്രാൻഡ് വിസിൽ വീഴ്ത്തി ഡയലോഗുകൾ ഒരെണ്ണം പോലും വരവിലില്ല. ജോജു സംസാരിക്കാനായി വാ തുറക്കുന്നത് പോലും വല്ലപ്പോഴുമാണ്. എന്തായാലും പഴയ വീഞ്ഞാണെങ്കിൽ ആ പഴയ കുപ്പിയിൽ തന്നെ ആവാമായിരുന്നു. ജോജുവും അർജുൻ അശോകനും ബൈജുവും പിന്നെ ടെംപ്ലേറ്റ് വില്ലന്മാരാണെങ്കിലും ബാബുരാജും മുരളി ഗോപിയും ഒരു പരിധിവരെ തരക്കേടില്ല, കണ്ടിരിക്കാം എന്നുള്ള രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയിരുന്ന സിനിമ പൂർണ്ണമായി അലങ്കോലമാവുന്നത് വാണി വിശ്വനാഥിന്റെ വരവോടെയാണ്. SP അനുപമ റെഡ്ഡി IAS, അസഹനീയമായ സംഭാഷണങ്ങൾ, അതിലും അസഹനീയമായ ഡബ്ബിംഗ്. ഇത്രയധികം ക്രിയേറ്റീവ് മൈൻഡുകൾ പ്രവർത്തിക്കുന്ന ഒരു മേഖലയിൽ ഷാജി കൈലാസിനോട് പൊന്നു സാറേ ഇവരെ കൊണ്ട് മലയാളമോ അല്ലെങ്കിൽ ഇംഗ്ലീഷോ പറയിപ്പിച്ചാൽ പോരെ എന്ന് ഷൂട്ടിങ്ങിന്റെ സമയത്തോ പോട്ടെ ഡബ്ബിങ്ങിന്റെ സമയത്തോ ആർക്കും പറയാൻ തോന്നിയില്ല എന്നുള്ളത് അത്ഭുതപ്പെടുത്തുന്നു. ജോജു ജോർജ് ഈ ടൈപ്പ് കഥാപാത്രങ്ങളിൽ നിന്നൊരു ബ്രേക്ക് എടുക്കുന്നത് നന്നാവും എന്ന് തോന്നുന്നു. ആന്റണിയിലെയും പണിയിലെയും വരവിലെയും ഓരോ ക്ലോസ് ഷോട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് ചേരുംപടി ചേർക്കാൻ പറഞ്ഞാൽ ജോജു തന്നെയും കുറച്ച് വേർക്കേണ്ടി വരും. ഒരാൾക്കായി പ്രതികാരം ചെയ്യാൻ പരോളിൽ വന്ന് ചുറ്റുമുള്ളവരെ കൂടെ കൊലക്ക് കൊടുത്ത ശേഷം പ്രതികാരം കംപ്ലീറ്റ് ചെയ്ത് തിരിച്ചു പോകുന്ന നിർഗുണ നായകനുമായി ഏതെങ്കിലും രീതിയിൽ കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ വരവ് തിയേറ്ററിൽ പരീക്ഷിക്കാവുന്നതാണ്. ഷാജി കൈലാസ് ഫ്രെയിമിൽ ജോജുവിനെ ഇങ്ങനെ നിറഞ്ഞു കണ്ടു എന്നുള്ളത് മാത്രമാണ് വരവിലെ എൻ്റെ ടേക്ക് അവേ.